അതെ, യുദ്ധത്തിന്റെ സമയമാണ്. എപ്പോ എന്ത് എങ്ങനെ മറിയും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ലോകം തലകുത്തി മറിഞ്ഞു എന്ന് വരും. അതിന് എന്നെ വഴക്ക് പറയരുത്, ഞാൻ നിരപരാധിയാണ്. സംഭവം നമ്മളുടെ ഖമനയുടെ മകൻ എന്താ മൊജ്താബ് ഖമനൈ, ഇയാള് പരിക്ക് പറ്റി ഭൂമിക്കടിയിലാണ്. ദിവസം കുറേയായി. ആള് ജീവനോടെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഭൂമിക്കടിയിൽ 100-150 അടി താഴെ തുരങ്കം. ആ തുരങ്കത്തിനകത്ത് ചികിത്സയിലാണ് മൂപ്പര്. ഇപ്പോൾ നമ്മുടെ ഹമാസ് ഗസയിൽ മുഴുവൻ തുരങ്കം ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഇറാന്റെ ഭൂമിക്കടിയിൽ മുഴുവൻ തുരങ്കം ഉണ്ടാക്കിയിരിക്കുകയാണ് പോലും. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും തുരങ്കത്തിനകത്ത് കയറും, എന്നിട്ട് അവിടെ ഇരുന്നായിരിക്കും പാരവെപ്പ്. വെറുതെ അല്ലേ ഇവന്മാര് തുരപ്പന്മാരെന്ന് വിളിക്കുന്നു. ഭയങ്കര തുരങ്കക്കാരാ. എന്തു ആയിക്കോട്ടെ, മൂപ്പര് പൊള്ളലേറ്റോ കയ്യോ കാലോ ഒടിഞ്ഞോ എന്താ അവസ്ഥയെന്നറിയില്ല, പുറത്താർക്കും ഒന്നും അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇറാനിൽ എന്ത് നടക്കുന്നു എന്ന് പുറത്താർക്കും അറിഞ്ഞുകൂടാ. അതിൻ്റെ ഫോട്ടോയോ സംഗതിയോ വീഡിയോ ഒന്നും വരാറില്ല. ഇസ്രായേലിനുള്ളിൽ എന്ത് നടക്കുന്നു അതും വരാറില്ല. ഇസ്രായേൽ ചിലപ്പോൾ ചില ചിത്രങ്ങൾ പുറത്തു വിടുന്നുള്ളതല്ലാതെ വേറെ ആരും ഒരു ചിത്രവും പുറത്തു വിടാറില്ല. ഇന്റർനാഷണൽ പത്രക്കാരും ഫോട്ടോ എടുപ്പുകാരും ഒക്കെ ഉണ്ട്. ഒറ്റ ഒരുത്തൻ പണ്ടൊക്കെ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നു, മറ്റേ വിയറ്റ്നാമിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധ റിപ്പോർട്ടർമാരുടെ ബഹളമായിരുന്നു. ഇപ്പോൾ ഒറ്റ ഒരെണ്ണത്തെ കാണാനില്ല. ആരെയും കയറ്റുന്നില്ല, ആരും ആരെയും എങ്ങോട്ടും കയറ്റുന്നില്ല. ഗൾഫിൽ മിസൈൽ വന്നു, അത് ഇന്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നതല്ലാതെ സൗദി അറേബ്യയോ UAEയോ ആരും ഇതിൻ്റെ ഒന്നും വിഷ്വൽസ് പുറത്തു വിടുന്നില്ല. ചില വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണുന്നതോ അതൊക്കെ പണ്ടെങ്ങാണ്ട് എവിടെയോ നടന്ന സ്ഫോടനത്തിന്റെ വിഷ്വൽസ് എടുത്ത് കാണിക്കുകയാണ്, അല്ലാതെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല. പക്ഷെ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യവുമാണ്. അങ്ങനെ നമ്മുടെ മുജ്തബ ഖമനൈ ആ തുരങ്കത്തിനകത്ത് വിഷമിച്ച് ഭാര്യ ഭക്ഷണമൊക്കെ ആയിട്ട് കൊണ്ടുവന്നു. ഇതെന്താടി ഇന്നും ഗോതമ്പ് ദോശയാണോ? ആ ഗോതമ്പ് ദോശയാ. ഇച്ചിരി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞിക്ക് അരിയില്ല. നിങ്ങൾ എന്തായി പറയുന്ന, അരി വേണ്ടേ? അരി എന്താ ഇല്ലാത്ത? എനിക്കറിഞ്ഞുകൂടാ, അരി തരുന്നില്ല ആരും. നിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചു ചോദിക്കുക. അപ്പൊ ഇയാള് IRGC കമാൻഡറെ വിളിച്ചു, എടോ ഇതെന്താ അരിയില്ലാത്തത് എന്താ? ചേട്ടനല്ലേ മറ്റേ ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യും, സകല കപ്പലും ബ്ലോക്ക് ചെയ്യും, വെടിവെക്ക് തീ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു. 5-6 കപ്പലിന് ഞങ്ങൾ തീ വിട്ടു, അങ്ങനെ നിൽക്കുക. അല്ല അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരി വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, അറിയാൻ മേലേ. അരി ഇറാനിൽ കുറച്ചരി ഉണ്ടാകുന്നുള്ളൂ. ഗോതമ്പ് 70% അവർക്ക് തിന്നാനുള്ള ഗോതമ്പ് അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് കുറേ സ്റ്റോക്കും ഒക്കെ ഉണ്ട്. അരി സ്റ്റോക്കില്ല, ശകലം സ്റ്റോക്ക് വെച്ച് തീർന്നു. 70% അരി ഇന്ത്യയിൽ നിന്നും 30% പാകിസ്ഥാനിൽ നിന്നുമാണ്. പാകിസ്ഥാനാണെങ്കിൽ ദരിദ്രവാസിയായിട്ട് അവർക്ക് തിന്നാൻ അവിടെ അരിയില്ലാതെ അവർ പിച്ചച്ചട്ടിയായിട്ട് നിൽക്കുക. വന്നും പോയി ഇന്ത്യയാണ് ബാക്കിയുള്ളത്. പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നു പറഞ്ഞാൽ കപ്പൽ വന്നിട്ട് വേണ്ടേ? ചേട്ടൻ എല്ലാ കപ്പലും തടയാൻ ഉത്തരവിട്ടിട്ട് ഞങ്ങൾ പിന്നെ ഇന്ത്യയുടെ അരിക്കപ്പൽ മാത്രം കയറ്റി വിട്ടണം. ഇതെന്ത് പരിപാടിയാണ്? അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യും, ഇന്ത്യയോട് സംസാരിക്കുക. അല്ലെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു നമ്മുടെ പെസഷ്കിയാനെ. എനിക്കിതിനകത്ത് വേറൊരു ബുദ്ധിമുട്ട്, ഈ പെസഷ്കിയാൻ എന്നൊക്കെ ഒരാളുടെ പേര് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ നാക്കൊടുക്കും. ഇയാൾക്ക് വല്ല തങ്കപ്പൻ എന്ന് പേരിടുന്നത് മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട്. അങ്ങനെ പെസഷ്കിയാനെ മോദി വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഗൾഫിൽ ഞങ്ങളുടെ ആൾക്കാരുണ്ട്, അവരുടെ സെക്യൂരിറ്റിക്ക് തകരാറൊന്നും വരരുത്. അല്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ മിസൈൽ അയച്ച് കച്ചറ ഉണ്ടാക്കുകയല്ലേ. എന്ത് ചെയ്യാനാണ്? ഇതിനൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? അലി ഖമനൈ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ IRGCയുടെ 31 കമാൻഡർമാരുണ്ട്.
31 51 പറയുന്നു. ആരിത് ചുണ്ണാമ്പ് തൊട്ട് എണ്ണാൻ നിൽക്കുന്നു? ഓരോ സൈറ്റ് നോക്കുമ്പോൾ ഓരോ വാർത്തകളാണ്. ഇതിലേത് വിശ്വസിച്ച് എന്ത് നിങ്ങളോട് പറയുന്നു എനിക്കറിയില്ല. ഏതായാലും 31 എന്ന് പറയുന്നു, 51 എന്ന് പറയുന്നു. ഇതിലേതോ ഒരു ഫിഗർ. അത്രയും കമാൻഡർമാരുണ്ട്. അവരെല്ലാം സ്വതന്ത്ര കമാൻഡർമാർക്കാണ്. അവർക്ക് എങ്ങോട്ട് മിസൈൽ അയക്കണം എന്ന് അവർക്ക് തീരുമാനിക്കാം, അത് അയക്കാം. ഒരു വെബ്സൈറ്റിൽ പറയുന്നത് 3000 മിസൈലുകളാണ് ഇറാൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. അതിലൊരു 10-600 എണ്ണം ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഒരു ദിവസം ശരാശരി 40-50 മിസൈൽ അവർ വിടുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ എങ്ങനെ പോയാലും വന്നും പോയി ഒരു 2 മാസത്തേക്കുള്ള മിസൈൽ അവരുടെ സ്റ്റോക്കുണ്ട്. അതുകൂടാതെ 2 മാസം കൊണ്ട് ഉണ്ടാക്കി വരുന്ന മിസൈലുകൾ വേറെയുണ്ടാകും. അമേരിക്കയാണെങ്കിൽ മിസൈൽ ലോഞ്ചർ തന്നെ തകർത്ത് കളയുന്നു. പിന്നെ മിസൈൽ എന്ത് ചെയ്യും? മിസൈൽ ഈ കുന്തം പോലെയോ വേലിപ്പത്തിൽ പോലെയോ എടുത്ത് എറിയാൻ പറ്റുകയില്ലല്ലോ. അതിനൊരു ലോഞ്ചറും സംവിധാനമൊക്കെ വേണമെങ്കിൽ മിസൈൽ അയക്കാൻ പറ്റുള്ളൂ. ലോഞ്ചർ തകർത്തു എന്നാണ് അമേരിക്ക പറയുന്നത്. കുറച്ചൊക്കെ ശരിയാണ് തന്നെ. ഈ ഹോർമൂസ് കടലിടുക്കിൽ വന്നു കഴിഞ്ഞാലോ അവിടെ ഭയങ്കര കൺഫ്യൂഷനാണ്. ആരും അനങ്ങുന്നില്ല. അനങ്ങിയ 2-3 കപ്പലുകളെ ഇവർ തീയിട്ടു എന്ന് പറഞ്ഞാൽ ബോട്ട് കൊണ്ടുപോയി ഇടിച്ച്, ബോട്ട് സ്ഫോടക വസ്തു നിറച്ച ബോട്ടാണ്, ആളില്ലാത്ത ബോട്ട്. ആ ബോട്ട് നേരെ കപ്പലിൻ്റെ അടുത്തേക്ക് ചെല്ലും, കപ്പൽ വേണ്ടിട്ടിടിക്കും, ബോട്ട് പൊട്ടിത്തെറിക്കും, കൂടെ കപ്പൽ പൊട്ടിത്തെറിക്കും, വലിയ തുഴ വീഴും കപ്പലിന്. അതോടെ വെള്ളം കയറി കപ്പൽ താഴത്തേക്ക് അങ്ങിയിരിക്കും, തീയും പിടിക്കും. എല്ലാം കൂടെ വലിയ പ്രശ്നം. അപ്പം അങ്ങനെയാണ് ഹോർമൂസ് കടലെടുക്ക് നീക്കുന്നത്. അതിനിടയ്ക്ക് വാർത്ത നിങ്ങൾ കേട്ടില്ല, ചൈനയ്ക്ക് പോകാൻ പ്രയാസമില്ല. ഇറാൻ പറഞ്ഞു ചൈന ഞങ്ങളുടെ സുഹൃത്താണ്, ആപത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നതാണ്, അതുകൊണ്ട് ചൈനയെ വിടുന്നു. തേങ്ങയാണ്. ചൈനയൊന്നും പോകുന്നില്ല എന്ന്. കാരണം ഈ വെടിപ്പടക്കത്തിന് നടുക്കൂടെ എങ്ങനെ പോകും? ഒരടി വെള്ളം നടക്കുന്നതിനിടയ്ക്ക് മോഹൻദാസിനെ മാത്രം വിട്ടോളാം, മോഹൻദാസ് പൊക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുക. കാരണം അവിടെ അന്യായ അടി നടക്കുന്ന, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 2 എണ്ണം കിട്ടിയാൽ ആര് സമാനം പറയും? ആ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വെള്ളം നടക്കുമ്പോൾ കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ ഏറ്റവും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പോകും. അതുപോലെ ചൈന പോകുന്നില്ല. പോകാനൊക്കെ പറ്റും, പക്ഷെ പോണില്ല. കാരണം റിസ്ക്കാണ്. ആരെവിടെ ബോംബ് വെച്ചു? അടിയിൽ ഈ IRGC കരൻ മൈൻ വെച്ചു എന്ന് പറയുന്നു. മൈൻ വയ്ക്കാൻ പോയ 16 കപ്പലുകൾ, ചെറുതരം കപ്പലുകളിലാണ് മൈൻ കടലിൻ്റെ അടിത്തട്ടിൽ പാകുന്നത്. ഇവൻ ഈ തേങ്ങ പാകാൻ അല്ലെങ്കിൽ അടയ്ക്ക പാകാൻ പോകുന്ന പോലെ ഈ കപ്പലും കൊണ്ടുപോയപ്പോൾ അമേരിക്കക്കാരൻ അവൻ്റെ 16 കപ്പൽ തകർത്തു. 16 എന്നാവും പറയുന്നു. 28 എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇച്ചിരി കൂട്ടി പറയുമല്ലോ, സാധാരണ പുള്ളിക്കാണ് ഒരിച്ചിരി കൂട്ടി പറയും. എത്ര കപ്പൽ മുക്കിയടാ? 16. അപ്പം 16 2 28 10 38 മുക്കിയെന്ന് പറയാൻ. ഇങ്ങനെയൊക്കെയാണ് ട്രംപിൻ്റെ വർത്തമാനം. ഇന്നിപ്പോൾ ഇന്നലെ രാവിലെ ട്രംപ് പറഞ്ഞു ഈ യുദ്ധം ഉടനെ തീരും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡെക്സ് ഒക്കെ അങ്ങ് വർദ്ധിച്ചു. എല്ലാവർക്കും ഒരു ഉത്സാഹമൊക്കെ ആയി. ഉടനെ തീരുമല്ലോ എന്ന് വിചാരിച്ചു. ഉച്ച കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു എപ്പോൾ തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ എന്ന് പറഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം ഇടിഞ്ഞ് താഴെ. സ്റ്റോക്ക് മാർക്കറ്റ് കൂടുമ്പോഴും ട്രംപ് കാശുണ്ടാക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോഴും കാശുണ്ടാക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയാണില്ല. ബുൾസ് ആൻഡ് ബേഴ്സ് എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്. അതിൻ്റെ സാങ്കേതികത്വം ഒന്നും എനിക്കറിയാം. ഏതായാലും ഇത് ഇടിഞ്ഞാലും കുറച്ച് പേര് കാശ് ഉണ്ടാക്കും, ഇത് കൂടിയാലും കുറച്ച് പേര് കാശുണ്ടാക്കും. ട്രംപ് ഇത് രണ്ടിലും കാശുണ്ടാക്കുന്ന ആളാണ് ട്രംപ്. സ്വന്തമായിട്ട് കാശുണ്ടാക്കുക, ഇതാണ് പുള്ളിയുടെ പരിപാടി. ഈ ബഹളമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ നോക്ക്, നമ്മുടെ മുകേഷ് അംബാനിയെ അമേരിക്കയിൽ എഴുന്നള്ളിച്ചിട്ട് $300 ബില്യൺ റിഫൈനറി തുടങ്ങാൻ കരാറാക്കി ട്രംപ്. മിക്കവാറും ആ റിഫൈനറിയുടെ 50% ട്രംപിൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെ ട്രംപിൻ്റെ മകളുടെയോ മരുമകൻ്റെ ആരുടെയെങ്കിലും പേരിലായിരിക്കും. പുള്ളി ഇതിൻ്റെ നടുക്ക് കാശുണ്ടാക്കി. ഏതായാലും ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് ഉള്ളപ്പം പുത്തനം ഉണ്ടാക്കുക, അതാണ് പുള്ളിയുടെ ആവശ്യം. അംബാനിയാണെങ്കിൽ പറഞ്ഞു ചേട്ടാ എത്രയോ വേണ്ടേ? 300 ബില്യൺ. ഇത്രയേ ഉള്ളോ? നിസ്സാരം, ചേട്ടൻ എന്നോട് പറഞ്ഞാൽ പോരെ. അംബാനി പൊളവനാണ് കേട്ടോ. അംബാനി 2023 മുതൽ ഈ ട്രംപിൻ്റെ മകളുമായിട്ടും മകളുടെ ഭർത്താവുമായിട്ടും നല്ല ബന്ധത്തിലാണ്. അവരെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് നാടൊക്കെ കാണിച്ച്
പിന്നെ അംബാനിയുടെ ഒരു സെറ്റപ്പ് ഉണ്ട്, വൻതാര എന്ന് പറഞ്ഞിട്ട് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന വലിയൊരു ഏരിയ ഗുജറാത്തിൽ. അത് കൊണ്ടുപോയി കാണിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും മൃഗങ്ങളെ സംരക്ഷിക്കുക, കാട്ടാന, നാട്ടാന, കാട്ടുകടുവ, നാട്ടുകടുവ, കാട്ടുപൂച്ച, നാട്ടുപൂച്ച, ഈ എല്ലാം ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന വൻ സെറ്റപ്പാണ്. അവക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കി അംബാനി അമേരിക്കയിൽ ഒരു റിഫൈനറി സംഘടിപ്പിച്ചു. ഞാൻ പറയുന്നത് ട്രംപ് ഇതിൻ്റെ കൂടെ നടത്തുന്ന പുള്ളിയുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ട്രംപോ നെതന്യാഹു രണ്ടുപേരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഹോർമൂസ് കടലെടുക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാം. പറ്റുകയില്ല. ഇക്കരയിൽ നോക്കേണ്ട UAEയും ഒമാനുമാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. അക്കരെയാണ് ഇറാൻ. ആ പ്രദേശം മാത്രം, ഹോർമൂസ് കടലെടുക്കിൻ്റെ പ്രദേശം മാത്രം പിടിച്ച് അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ നിയന്ത്രണത്തിലാക്കുക. എന്നിട്ട് സകല കപ്പലും വാഴ പോടാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇത് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. പക്ഷെ അവർ ചെയ്യില്ല. അല്ലേ? ഇത് കൂടട്ടെ എന്ന്, എണ്ണ വില ഒന്ന് കൂടട്ടെ, 10 പുത്തൻ നമുക്കുണ്ടാക്കാം. എണ്ണ വില കൂടിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നല്ലതാണ് എന്ന് ട്രംപ് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. നല്ലതുമാണ്. എണ്ണ വില ബാരലിന് $200 ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാശ് പോരട്ടെ എന്നാണ് ട്രംപ്. എടോ, ഈ $200 മേടിക്കാൻ ആരുണ്ടാകും? അതും ഒരു പ്രശ്നമല്ലേ? ഈ ഡോളറിന് 200, ബാരലിന് $200 ആയി കഴിഞ്ഞാൽ ഇത് നമുക്കൊന്നും മേടിക്കാൻ പറ്റില്ല. നമ്മൾ എണ്ണയും പിണ്ണാക്കും വേണ്ടാന്ന് വയ്ക്കും. ഇപ്പം തന്നെ ഗ്യാസിൻ്റെ ഷോർട്ടേജ്, ഇൻഡസ്ട്രിയൽ ഗ്യാസ്, ഈ മറ്റേ ഹോട്ടലുകാർക്ക് ഇവർക്കും ഉള്ളതിന് പിടിവലി തുടങ്ങിക്കഴിഞ്ഞു. വാസ്തവത്തിൽ വേണ്ടാത്തൊരു പിടിവലിയാണ് കേട്ടോ. ഞാനിത് TV-യിൽ ഈ തമാശ കണ്ടുകൊണ്ടിരിക്കുക. അതായത് മനോരമയും മാതൃഭൂമിയൊക്കെ കാണിക്കുന്നു, പാചകവാതക സിലിണ്ടറുകൾ ഹോട്ടലുകളിൽ കിട്ടുന്നില്ല, വാണിജ്യ സിലിണ്ടറുകൾ കിട്ടുന്നില്ല. കരിഞ്ചന്തയിൽ പോലും 5000-ഉം 6000-ഉം രൂപ ചോദിക്കുന്നു. ഈ കരിഞ്ചന്തയിൽ എങ്ങനെയാണ് സിലിണ്ടർ കിട്ടുന്നത്? സിലിണ്ടർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വീട്ടിലിട്ട് ചാരായം മാറ്റുന്ന പോലെ ഗ്യാസ് ഉണ്ടാക്കി സിലിണ്ടറിലാക്കി വിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം എന്താ, സിലിണ്ടർ സ്റ്റോക്കുള്ള സ്ഥലത്ത് നിന്ന് അടിച്ചു മാറ്റി സ്റ്റോക്ക് ചെയ്തിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുക. പൂഴ്ത്തിവെപ്പ്. ഈ പൂഴ്ത്തിവെപ്പ് പിടിക്കാൻ സർക്കാരിന് ഒരു സംവിധാനവും കാണുന്നില്ല. കേരള സർക്കാരിൻ്റെ ഇല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഇല്ല. കേന്ദ്ര സർക്കാരിൻ്റെ ദൈവം സഹായിച്ചിട്ട് ഒരു മന്ത്രിയും ഒരക്ഷരം ഈ ഗ്യാസിനെ പറ്റി മിണ്ടുകയില്ല. പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് പുരി ഇതിനൊന്നും ഒരു ഷോർട്ടേജും ഇല്ല എന്ന് ലോക്സഭയിൽ പറഞ്ഞു. നമ്മളോട് പറയണ്ടേ ഒരു ഷോർട്ടേജ് ഇല്ല? അല്ല സാറേ, ഇന്ന സ്ഥലത്ത് ഷോർട്ടേജ് ഉണ്ട്. ഉണ്ടോ? ഞാൻ നോക്കട്ടെ. ഇടുക അവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞ് ചെയ്യിക്കണ്ടേ? അത് കാണുന്നില്ല. അതിങ്ങനെ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട്, അത് മോദി സർക്കാരിൻ്റെ ഒരു തമാശയാണ്. കാര്യം വ്യക്തമായിട്ട് പറയില്ല. ഷോർട്ടേജ് ഇല്ല എന്ന് പറഞ്ഞാൽ മതിയോ? എവിടെയെങ്കിലുമൊക്കെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതിൽ ഇടപെടണ്ടേ? കേരള സർക്കാർ പിന്നെ ഇടപെടാൻ തീരുമാനിച്ചു, അതിന് കമ്മിറ്റി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കേരള സർക്കാർ നിൽക്കുന്നു. ആളുകളെ വെറുതെ ആശങ്കപ്പെടുത്തുകയാണ്. നമ്മുടെ വീട്ടിലെ സിലിണ്ടറിന് യാതൊരു ക്ഷാമവുമില്ല. ഞാൻ എൻ്റെ ചുറ്റുപാടും നടന്നൊക്കെ നോക്കി ഒരു ഹോട്ടലും അടച്ചിട്ടൊന്നുമില്ല. ഒരു ഹോട്ടലുകാരനോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നാളെ മുതൽ ഗ്യാസ് ഉണ്ടാവില്ല കേട്ടോ എന്ന് ഗ്യാസ് തരുന്ന ഏജൻസി പറഞ്ഞിട്ടുണ്ട്. ഉറപ്പില്ല, കാരണം ഇന്നലെ ഇങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഗ്യാസ് തന്നു. നാളെ ഉണ്ടാകുന്ന സംശയമാണ് എന്ന് പറഞ്ഞു. പക്ഷേ നാളെയും തരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കടക്കാരുടെ, ഹോട്ടലുകാരുടെ പ്രധാന പരാതി. അതായത് ഒരു 4-5 ദിവസത്തെ ഗ്യാസെങ്കിലും ഉണ്ടെങ്കിലല്ലേ ധൈര്യമായിട്ട് ഹോട്ടൽ നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്ന് വൈകുന്നേരം തീരുമ്പോൾ ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു അനിശ്ചിതത്വം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ വിറകിലേക്ക് മാറാൻ ആലോചിക്കുന്നു. നമ്മളും ചിലപ്പോൾ വീട്ടുകാരും വിറകിലേക്ക് മാറേണ്ടി വരും. യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരാഴ്ചയിലേ ആയുള്ളൂ നിങ്ങളോട് ചിരട്ടയും കൊതുമ്പും ഒക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും. ഞാൻ തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും പറയുന്നത് കാര്യമാണ്, ഗൗരവമായിട്ട് എടുക്കണം. നമുക്ക് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ചിരട്ട, കൊതുമ്പ് നമ്മുടെ കവളമണലിൽ കയറി വെയിലത്തിട്ട്
ഉണക്കി അതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ദോഷമൊന്നുമില്ല. ഇതിലും വലിയ കൊറോണ നമ്മൾ അനുഭവിച്ചതല്ലേ, പ്രാണനൊന്നും പോയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ പഴയ ഫ്യുവലിലേക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പം ഫ്ലാറ്റിലുള്ളവർ എന്ത് ചെയ്യും, അതൊക്കെ കോമൺ കിച്ചനാക്കുക. നിങ്ങൾ നോക്കിക്കോ, മനുഷ്യന് ജീവിക്കാൻ മാർഗമില്ലാതായി കഴിഞ്ഞാൽ അവൻ വേറൊരു മാർഗം കണ്ടുപിടിച്ചോളും. പ്രത്യേകിച്ച് ഭാരതീയർ, അവർക്കതിന് പ്രത്യേക കഴിവുണ്ട്. നിങ്ങൾ ഈ ഗ്യാസൊന്നും കാണിച്ച് ഭാരതീയനെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയും അങ്ങേരുടെ വാലായ കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും ആഗ്രഹിക്കുന്ന ഒരു സീനുണ്ട്. ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞ് ജനം തെരുവിലിറങ്ങണം, നരേന്ദ്രമോദി രാജിവെക്കുക, രാജിവെച്ചിട്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക, അങ്ങനെ പ്രധാനമന്ത്രിയാക്കി അങ്ങേരെ അവിടെ നിന്ന് ഗ്യാസ് കൊണ്ടുവരും. പക്ഷെ അതൊന്നുമല്ല, മോദി രാജിവെക്കണം. അതാണ് ഗ്യാസ് തീരണേ, ഗ്യാസ് തീരണേ എന്ന് പ്രാർത്ഥിച്ച് നോമ്പ് നോറ്റിയിരിക്കുകയാണ് കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയും പുള്ളിയുടെ കൂട്ടുകാരും ഒക്കെ. ഇന്ന് അവര് ഗ്യാസിന്റെ ചർച്ച എന്നൊക്കെ പറഞ്ഞ് ലോക്സഭയിൽ തുടങ്ങിയിട്ട് അവസാനം ചർച്ച എപ്സ്റ്റീൻ ഫയലാണ്. അവസാനം സ്പീക്കർ പറഞ്ഞു, ഇവിടെ ഗ്യാസിനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രമേയം കൊണ്ടുവന്നിട്ട് എപ്സ്റ്റീൻ ഫയൽ പറയുന്നു, ഗ്യാസിന്റെ കാര്യം പറയുള്ളൂ. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു, അല്ല ഞാൻ അതിലേക്ക് വരികയാണ്. ഗ്യാസിലേക്ക് വരാൻ എപ്സ്റ്റീൻ്റെ ആവശ്യം എന്താ? ഞാൻ ഗ്യാസ് കയറാം. ഇല്ല, അങ്ങനെ ഗ്യാസ് വരും, അങ്ങനെ എപ്സ്റ്റീൻ പറയണം. പറ്റില്ല എന്ന് സ്പീക്കർ. പതിവ് പോലെ ആടി ബഹളം മുദ്രാവാക്യം ഒക്കെ ആയിട്ട് ഇറങ്ങിപ്പോയി പുറത്തു വന്നിരുന്ന് ബിസ്ക്കറ്റും ചായയൊക്കെ തിന്നുന്നു അവിടെ സ്റ്റെപ്പിലിരുന്നുണ്ട്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഗൗരവം. എന്നിട്ട് ഒരു LPG സിലിണ്ടറിന്റെ പടം കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നവർ. LPGക്ക് ഒരു ഷോർട്ടേജ്, വീട്ടിലേക്കുള്ള LPGക്ക് ഷോർട്ടേജ് ഇല്ല എന്ന് ആധികാരികമായിട്ട് ഞാൻ പറയുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. വെറുതെ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കുന്ന ഏർപ്പാട്, ഇതൊന്നും ഒരു ശരിയൊന്നുമല്ല. അപ്പൊ പ്രധാനപ്പെട്ട ചോദ്യം, ഈ യുദ്ധം എന്ന് നിൽക്കും? അതിനിടയ്ക്ക് അത് പറയാൻ മറന്നുപോയി, അതിനിടയ്ക്ക് നമ്മുടെ നെതന്യാഹു തട്ടിപ്പോയെന്ന് പറഞ്ഞൊരു വാർത്ത കേട്ടു. ഇറാനാണ് ഇറക്കി വിട്ടത്. നെതന്യാഹു 2-3 ദിവസമായിട്ട് കാണുന്നില്ല. കാരണം പുള്ളി ഇടയ്ക്കിടയ്ക്ക് റോറിങ് ലയൺ എന്നാണല്ലോ പുള്ളിയുടെ യുദ്ധത്തിന് പുള്ളി ഇട്ടിരിക്കുന്ന പേര്. അപ്പൊ ഈ ലയൺ റോർ ചെയ്യുന്നില്ല. അപ്പൊ അതെന്താന്ന് ഞാൻ അന്വേഷിച്ചു. എങ്ങാൻ ഈ പറഞ്ഞ പോലെ മൂപ്പര് കാലിയായോ പറയാൻ പറ്റില്ലേ. ഹൈപ്പർസോണിക് മിസൈലൊക്കെയാണ് ചെന്ന് വീഴുന്നത്. നെതന്യാഹുവിന്റെ വീടും ഓഫീസും അങ്ങേരുടെ തറവാട് തണ്ടപ്പേര് ഒക്കെ ഞങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. ദൈവത്തിനറിയാം ഇതെവിടെയൊക്കെ ആക്രമിച്ചു. ചിലപ്പോ ഇത് ചെന്ന് കൊണ്ട് ഈ മനുഷ്യൻ വടിയായി പോയിട്ടുണ്ടെങ്കിൽ പണിയായില്ല. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇല്ല, നെതന്യാഹു അവിടെ തന്നെ ഉണ്ട്. പുള്ളി ആശുപത്രിയിൽ പോയിട്ട് പരിക്ക് പറ്റിയവരോട് സംസാരിച്ചു. അവരോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കണം, നമ്മൾ ഈ യുദ്ധം വിജയിച്ചേ അവസാനിക്കുകയുള്ളൂ. ഇതാണ്. അപ്പം നെതന്യാഹുവിൻ്റെ ലക്ഷ്യം വേറെയാണ്. ഇറാന്റെ ന്യൂക്ലിയർ ശക്തി കംപ്ലീറ്റ് തകർത്തിട്ട് യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നാണ്. ട്രംപിനോട് എന്ത് കിട്ടിയാൽ ഈ യുദ്ധം അവസാനിക്കും ചേട്ടാന്ന് ചോദിച്ചാൽ പുള്ളി കൃത്യമായിട്ട് പറയുന്നില്ല. ഇടയ്ക്ക് പറഞ്ഞു കംപ്ലീറ്റ് സറണ്ടർ ഓഫ് ഇറാൻ. ശരി, കംപ്ലീറ്റ് സറണ്ടർ ഓഫ് ഇറാൻ നമുക്കൊന്ന് നോക്കാം. ഇറാന്റെ കയ്യിൽ ഈ പറഞ്ഞ 2500-3000 മിസൈലിന്റെ സ്റ്റോക്കും ഇതുമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ പോയാലും ഒരു 2-2.5 മാസം പിടിച്ചു നിൽക്കാനുള്ള ആയുധം ഇറാന്റെ കയ്യിലുണ്ട്. അതില്ലാന്ന് നിഷേധിച്ചിട്ട് കാര്യമില്ല. അതിനിടയ്ക്ക് ഇത് മൊത്തമായിട്ട് നശിപ്പിക്കുന്ന ഒരു ഓപ്പറേഷൻ, അതിനു വേണ്ടിയിട്ട് B-1 ബോംബർ ഒക്കെ പ്രയോഗിക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ആ B-1 ബോംബർ പോയി കഴിഞ്ഞാൽ അവനിടുന്ന ബോംബ് 150 അടി താഴെ വെച്ച് പൊട്ടുകയുള്ളൂ. അതിനിടയ്ക്ക് പൊട്ടില്ല. അതെങ്ങനെ പൊട്ടാതെ എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അത് വിമാനത്തിൽ നിന്ന് താഴെ വീണ് ഭൂമി തുളച്ച് താഴെ പോയി 150 അടി കഴിയുമ്പോൾ ഈട്ടാപ്പോതിനൊന്നും പറഞ്ഞൊരു ഒറ്റ പൊട്ടലാണ്. അത്രയും ഭൂമിയും പിളർന്ന് ആകെ കൂടെ നാശഭൂഷമാകുന്നു ചുരുക്കം. അത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഇസ്രായേലിലാണെങ്കിൽ ഈ ലേസർ സംവിധാനം പുതിയത് അവർ കണ്ടുപിടിച്ചു. കാരണം ഈ ഡ്രോൺസിനെയൊക്കെ തടയാൻ മിസൈൽ ഉപയോഗിക്കുന്നത് ആൻറ്റി മിസൈൽ താട് അത് ഇതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ വലിയ നഷ്ടമാണ്, പണച്ചെലവാണ്. അതുകൊണ്ട് പണച്ചെലവ് കുറഞ്ഞ ലേസർ, അതെന്തോ സാറ്റലൈറ്റ് വെച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് പറന്നു വരുന്ന ഡ്രോണിനെ നശിപ്പിച്ചു കളയുന്ന ലേസർ, ആ സാധനം അവർ ട്രയൽ എടുത്തു, ഒക്കെ സക്സസ്ഫുൾ ആണ്. ഇതേ പ്രയോഗം വരുന്നു. ഇനിയിപ്പോൾ 10,000 ഡ്രോൺ വന്നു കഴിഞ്ഞാലും
നിസ്സാര ചെലവിൽ ഷൂ ഷൂ എന്ന് പറഞ്ഞ് ഇവനെയൊക്കെ തട്ടിക്കളയാൻ പറ്റും എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ചിത്രം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഇതെപ്പോൾ അവസാനിക്കുന്നതാണല്ലോ നമുക്കറിയേണ്ടത്, അല്ലാതെ ആര് ജയിക്കും എന്നുള്ളത് നമ്മുടെ വലിയ വിഷയമൊന്നുമല്ല. ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഇത്രയ്ക്കിത്രയേ ഉള്ളൂ. പക്ഷേ ഇതെപ്പോൾ തീരും, ഇതെപ്പോൾ അവസാനിക്കും, നോർമൽസി എപ്പോൾ തിരിച്ചു വരും? ഞാൻ നോക്കിയിട്ട് നോർമൽസി ഫുൾ നോർമൽ ആകണമെങ്കിൽ യുദ്ധം തീർന്ന് ഒരു 6 മാസം കഴിയേണ്ടി വരും. യുദ്ധത്തിൻ്റെ നടുക്ക് നമുക്ക് കുറേ എമർജൻസി ഫേസ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ലൈക്ക് കൊറോണയിൽ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചു. ഈ യുദ്ധത്തിൽ ഗ്യാസ് തീർന്നു, അല്ലെങ്കിൽ വിറകെടുക്കേണ്ടി വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മൾ ഒരുപക്ഷെ നേരിടേണ്ടി വരിക. അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കുക, ഈ പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, ഇതുപോലത്തെയുള്ള ചീപ്പ് പരിപാടിക്ക് പോകാതിരിക്കുക. ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചേട്ടാ മര്യാദകളാണ്, പോലീസിൽ വിളിച്ച് പറഞ്ഞിട്ട് പിടിപ്പിക്കുമെന്ന് പറയുക. കാരണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ റിസോഴ്സസ്. ഗ്യാസ് ആയാലും പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഒക്കെ. അതൊരാൾ പൂഴ്ത്തി വെച്ചിട്ട് അതിൽ നിന്ന് കാശുണ്ടാക്കാൻ ഒരു എമർജൻസിയിൽ അങ്ങനെ കാശുണ്ടാക്കാൻ സമ്മതിക്കരുത്. അതൊക്കെ പൗരധർമ്മത്തിൽപ്പെട്ടതാണ്. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പകുതി ടെൻഷൻ കുറയും. ഈ പറഞ്ഞ് ഞാനിപ്പോൾ ഇന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ മുതൽ, വേറൊരു ജോലിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പം തന്നെ ഒരു 3 തവണ ഒരേ സ്റ്റോറി ഹോട്ടലിലെ പാചകവാതകത്തിൻ്റെ ഷോർട്ടേജിനെ പറ്റി ആവർത്തിച്ചു കഴിഞ്ഞു. ഈ സ്റ്റോറി ഇന്നലെ 12 തവണ ഓടിച്ചതാണ്. ഓരോ ചാനലും ഓരോ സ്റ്റോറിയാണെന്നേ ഉള്ളൂ. ഇയാൾ ഈ ഹോട്ടൽ, അയാൾ ആ ഹോട്ടൽ. ഇതിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആളുകളുടെ ടെൻഷൻ കൂടുകയുള്ളൂ. എന്തിനാണ് ചാനലുകളിൽ ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ വെച്ചാണോ റേറ്റിംഗ് കൂട്ടേണ്ടത്? ഒരു കാര്യം മനസ്സിലാക്കുക, ബാർക്ക് റേറ്റിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചാനലുകളുടെ ഉത്സാഹം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. യുദ്ധം റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? നേരത്തെ ഒമാനിൽ സ്ഫോടനം, സൗദി അറേബ്യയിൽ പൊട്ടിത്തെറി, ഇതുപോലത്തെ വാർത്തയും ഇതൊന്നും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ച് ബാർക്ക് റേറ്റിംഗ് കൂട്ടാൻ പറ്റില്ല. ബാർക്ക് റേറ്റിംഗ് കൂടിയാലും അത് കണക്കെടുക്കില്ല. സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ ബാർക്ക് റേറ്റിംഗ് പരസ്യവുമായിട്ടുള്ള ബന്ധം, ബാർക്ക് റേറ്റിംഗേ വേണം. ബാർക്കിനോട് പറഞ്ഞു താൻ റേറ്റിംഗ് ഒന്നും നടത്തണ്ടോ, ഞങ്ങൾ പറയാം, അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അത് നിർത്തിവെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണ് നമ്മൾ ടി വി ചാനൽ കാണുന്ന. അതിൻ്റെ ഒരു മാർദ്ദവം വന്നിട്ടുണ്ട് യുദ്ധത്തിൻ്റെ റിപ്പോർട്ടിങ്ങിൽ. ബാക്കി രാഷ്ട്രീയം, ജി സുധാകരൻ കാലുമാറി എന്നൊക്കെ പറഞ്ഞുള്ള ബഹളം അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ യുദ്ധ റിപ്പോർട്ടിങ്ങിന് ചെറിയൊരു ശമനവും ചെറിയൊരു ആശ്വാസവും പഴയ ഭീതിപ്പെടുത്തുന്ന റിപ്പോർട്ടിങ് ഇപ്പം ഇല്ല. അതൊരു നല്ല കാര്യമാണ്. ഏതായാലും യുദ്ധം കുറച്ച് ദിവസം കൂടെ നീളും. അതുവരെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും വരും. അതിന് തയ്യാറാവുക, നമുക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ടാണ്. താങ്ക് യു.